ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങളുടെ സൂചനകൾ ഉയർന്നു വരുന്നതിൻ്റെ ഭാഗമായി ചൈനയിൽ വെച്ച് നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ശ്രദ്ധേയമാണ്. 2025 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ ടിയാൻജിനിൽ നടന്ന ഈ ഉച്ചകോടിയിൽ മോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും നിർണായകമായ ചർച്ചകൾ നടത്തി. ഈ കൂടിക്കാഴ്ചകൾ അമേരിക്കയെ ഗണ്യമായി അലോസരപ്പെടുത്തിയിട്ടുണ്ട്. മോദി, ഷീ, പുടിൻ എന്നിവർ ഒരുമിച്ച് നിന്നതോടെ US-ന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുന്നു എന്ന ചർച്ചകളാണ് സജീവമാകുന്നത്. ഈ ലോകക്രമം അമേരിക്കയുടെ മേധാവിത്വത്തിന് കടുത്ത ചെക്ക് വെക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ഈ സംഭവങ്ങളോടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. മോദിയുടെയും പുടിൻ്റെയും സന്ദർശനത്തിന് പിന്നാലെ മറ്റൊരു പ്രധാന നേതാവ് ചൈനയിലെത്തി. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. 2019 ശേഷം ആദ്യമായാണ് കിം ചൈന സന്ദർശിക്കുന്നത്. ബീജിംഗിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ 80ാം വാർഷികാചരണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 3 നടന്ന സൈനിക പരേഡിൽ പങ്കെടുക്കാനാണ് കിം എത്തിയത്. ഈ പരേഡ് ചൈനയുടെ സൈനിക ശക്തിയുടെ വമ്പിച്ച പ്രദർശനം കൂടിയായിരുന്നു. അതിൽ പുതിയ മിസൈലുകളും ടാങ്കുകളും വിമാനങ്ങളും എന്നിവയൊക്കെ ഉൾപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക പരേഡുകളിൽ ഒന്നായി ഇത് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കിം ജോങ് ഉൻ വളരെ അപൂർവമായി മാത്രമേ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാറുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ആശങ്കകളും രാജ്യത്തിൻ്റെ ഒറ്റപ്പെട്ട നിലപാടും. പുതിയ സന്ദർശനം ഷീ ജിൻപിങ്ങുമായും പുടിനുമായുമുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നതാണ്. മോദിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയുള്ള കിമ്മിൻ്റെ വരവിനെ വെറുമൊരു സന്ദർശനമായി കാണാൻ മാത്രം സാധിക്കില്ല. ഇത് അമേരിക്ക വിരുദ്ധ ചേരിയുടെ ശക്തിപ്പെടുത്തലിൻ്റെ ഒരു സൂചന കൂടെയായി കാണാൻ പറ്റും. കിമ്മിൻ്റെ യാത്രയ്ക്ക് വേറെയും പ്രത്യേകതകളുണ്ട്. അദ്ദേഹം എത്തിയത് തൻ്റെ പിതാവ് കിം ജോങ് ഇല്ലും മുത്തച്ഛൻ കിം ഇൽ സുങ്ങും ഉപയോഗിച്ചിരുന്ന ആഡംബര ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനിലായിരുന്നു. ഈ ട്രെയിൻ 21 കോച്ചുകളുള്ളതാണ്. അതിൽ പ്രത്യേക മീറ്റിംഗ് റൂമുകൾ, സാറ്റലൈറ്റ് ഫോണുകൾ, ഫ്ലാറ്റ് സ്ക്രീൻ TVകൾ, ആധുനിക സുരക്ഷാ സംവിധാനങ്ങളൊക്കെയും ഉൾപ്പെടുന്നു. ഉത്തര കൊറിയയിലെ പ്യോങ്യാങ്ങിൽ നിന്ന് ചൈനയിലേക്കുള്ള യാത്രക്കിടെ ഔദ്യോഗിക സംഘത്തോടൊപ്പം ചർച്ചകൾ നടത്തുന്ന കിമ്മിൻ്റെ ചിത്രങ്ങളും വൈറലായിരുന്നു. 2 വർഷം മുമ്പ് പുടിനുമായുള്ള ചർച്ചകൾക്കായി റഷ്യയിലേക്ക് പോയതും ഇതേ ട്രെയിനിലായിരുന്നു. നിലവിലെ ഭൂരാഷ്ട്രീയ സാഹചര്യത്തിൽ കിമ്മിൻ്റെ ഈ യാത്രയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്ക വിരുദ്ധ രാജ്യങ്ങൾ ചൈന, റഷ്യ, ഉത്തര കൊറിയ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ പ്രതിഫലനമാണിത്. വർഷങ്ങളായി ഉത്തര കൊറിയയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും പിന്തുണയ്ക്കുന്നത് ചൈനയാണ്. US-ഉം അതിൻ്റെ സഖ്യകക്ഷികളും ഉത്തര കൊറിയക്കെതിരെ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ചൈന അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ജീവനാഡിയായി നിന്നു. വ്യാപാരവും സഹായങ്ങളും നൽകി. അതുപോലെ ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവുകയാണ്. യുക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ റഷ്യയെ പിന്തുണച്ചു. ആയുധങ്ങളും മിസൈലുകളും 15,000-ലധികം സൈനികരെയും അയച്ച് സഹായിച്ചു. 2025 കിം ജോങ് ഉൻ റഷ്യയ്ക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനവും ചെയ്തു. കൂടുതൽ സൈനിക സഹകരണം ചർച്ച ചെയ്യുകയും ചെയ്തു. US-ന്റെ വ്യാപാര നയങ്ങളും ഇവിടെ പ്രസക്തമാണ്. നിലവിൽ ചൈനയ്ക്കെതിരെ US ഏർപ്പെടുത്തിയിരിക്കുന്ന ശരാശരി താരിഫ് 127% വരെ എത്തിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ നിയമങ്ങളുടെ ഭാഗമായി ഉത്തര കൊറിയക്കെതിരെയും കർശന ഉപരോധങ്ങളുണ്ടെങ്കിലും വ്യാപാരം കുറവായതിനാൽ താരിഫുകൾ 10% പോലെ ചെറുതുമാണ്. എന്നാൽ ഈ ഭീഷണികളെയൊക്കെ മറികടക്കാൻ ഈ കൂട്ടുകെട്ട് അനിവാര്യമാണെന്ന് കിമ്മിനും ഷീക്കും ഒരുപോലെ അറിയാം. റഷ്യ, ഇന്ത്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് അമേരിക്കയുടെ ഭീഷണികൾ നേരിടുക എന്നതാണ് ഷീ ജിൻപിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനായി സൈനിക പരേഡിൽ ചൈനയുടെ ആധുനിക ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇത് US-ന് പകരമായി ചൈനയുടെ ശക്തി കാണിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു. ചരിത്രപരമായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ചൈന ജപ്പാനെതിരെ വിജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം. ചൈനയുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പരേഡിൽ പങ്കെടുത്തില്ല. എന്നിരുന്നാലും പുടിനും ഷീക്കും ഒപ്പമുള്ള കിമ്മിൻ്റെ സാന്നിധ്യം 3 നേതാക്കളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതാണ് വിളിച്ചോതുന്നത്. US നയിക്കുന്ന ലോകക്രമത്തിന് വെല്ലുവിളി ഉയർത്താൻ ഈ മൂവരും കൈകോർത്താൽ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യ ഇതിൻ്റെ ഗുണഭോക്താവാകുമോ അതോ ഈ കൂട്ടുകെട്ടിനോട് വേണ്ട എന്ന് പറയുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. Way2Nikah.com, the exclusive Muslim matrimonial site.